ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുർത്തകളും കാണിക്കുന്നുണ്ട്, കുർത്ത സെറ്റുകളും കാണിക്കുന്നുണ്ട്. രണ്ട് കാറ്റഗറിയിൽ പെട്ടതാണ്. ഒന്നൊരു ഡെയിലി യൂസിന് പറ്റിയ വർക്ക് വെയർ, കോളേജ് വെയർ അങ്ങനത്തെ ടൈപ്പ് കുർത്തകളും, പിന്നെ ഒക്കേഷണലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്ത സെറ്റുകളുമാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പ്രൊഡക്റ്റുകളുടെയൊക്കെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ വായിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ടേക്ക്. നിങ്ങൾക്കൊരു ബ്രഞ്ചിന് പോകണം, അല്ലെങ്കിൽ ചെറിയൊരു ഫംഗ്ഷന് പോകണം, അതും അല്ലെങ്കിൽ ഡേറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് എത്നിക് വെയർ ആണ് ഇടാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു കുർത്ത സെറ്റാണ് ഈ ഒരു കുർത്ത സെറ്റ്. അപ്പോൾ ഇത് ഇനാക്ഷൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കുർത്ത സെറ്റാണ്. ഒലീവ് ഗ്രീനിൽ ഈ ഒരു പ്രിൻറ്റുകളാണ് കുർത്തയിലും അതുപോലെ തന്നെ പാൻറ്റിലും വന്നിട്ടുള്ളത്. ഇത് നല്ലൊരു ഒക്കേഷണൽ വെയർ ആണ് കേട്ടോ, ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഈ ഒരു കുർത്ത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി നെക്കിൽ ഫ്ലയേർഡ് ഡിസൈനിൽ വരുന്ന കുർത്തയാണ് കേട്ടോ. അപ്പോൾ ഇതിന് കളർ ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ, അതായത് ഈ പാറ്റേണിലുള്ള ഈ ഒരു പ്രിൻറ്റുകളിലുള്ള വേറെ കളർ ചേഞ്ചസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു ഡിസൈനിൽ വരുന്ന സെയിം ബ്രാൻഡിൻ്റെ കുർത്ത സെറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് കുർത്ത. അപ്പം ഞാൻ എടുത്ത സൈസ് ലാർജാണ്, പക്ഷേ എങ്കിൽ കൂടി എനിക്ക് ബോഡി നല്ല ലൂസാണ്, സ്ലീവ്സ് ഓക്കെയാണ്. അപ്പോൾ ഞാനൊരു സൈസ് ഡൗൺ ചെയ്തെടുക്കുകയാണെങ്കിൽ എനിക്ക് എന്തായാലും സ്ലീവ്സ് ടൈറ്റ് ആവും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ യൂഷ്വലി നിങ്ങൾ ഏത് സൈസിലാണോ എടുക്കുന്നത് അത് തന്നെ എടുക്കുക. ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സ്ലീവ്സ് ടൈറ്റ് ആവും. അപ്പം ബെറ്റർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർ ചെയ്യുന്നതാണ്. പിന്നെ സൈസ് ചാർട്ട് അവൈലബിൾ ആണ്. ഈ ഒരു കുർത്ത സെറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് പ്രീമിയം ക്വാളിറ്റിയിലുള്ള വിസ്കോസ് റയോൺ ആണ്. പിന്നെ ഈ ഒരു പാറ്റേൺ ആണ് കുർത്ത മൊത്തമായിട്ടുള്ളത്. വേറെ ഡിസൈനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന് 2 സൈഡ് പോക്കറ്റ്സ് ഉണ്ട്. ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ കാഫ് ലെങ്ത്തോളം ഉണ്ട്. നല്ല നീളമുള്ള ഒരു കുർത്തയാണ്. പിന്നെ പാൻറ്റ് നോക്കുകയാണെങ്കിൽ ഫുൾ ഇലാസ്റ്റിക്കിൽ വരുന്ന പാൻറ്റാണ്. പിന്നെ ഡ്രോ സ്ട്രിങ്ങും വരുന്നുണ്ട്, സോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റും. ഇതൊരു സ്ട്രെയിറ്റ് പാൻറ്റാണ്, ആങ്കിൾ ലെങ്ത്ത് വരെ വരുന്ന പാൻറ്റാണ്. നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ. പിന്നെ ഇതിൻ്റെ റേറ്റ് 999. അപ്പോൾ അടുത്തതും ഒരു കുർത്ത സെറ്റാണ്. നല്ല ഭംഗിയുള്ള മഞ്ഞ കളറിൽ വരുന്ന ഒരു കുർത്ത സെറ്റ്. ഇതും ഒരു ഒക്കേഷണൽ വെയർ ആണ്, പക്ഷെ നമുക്കൊരു കോളേജ് വെയർ ആയിട്ടും ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്ത സെറ്റാണ്. ഇത് റെഗുലർ ഫിറ്റിൽ വരുന്നൊരു സ്ട്രേറ്റ് കുർത്തയും അതുപോലെ തന്നെ പാൻറ്റും ആണ്. അപ്പോൾ ഇതിന് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. ഇത് ഓജസ് വിറ്റ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കുർത്ത സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കുർത്ത. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫാബ്രിക് വന്നിട്ട് എന്താ പറയുക, സോഫ്റ്റ് ഖാദി കോട്ടൺ പോലെയുള്ളൊരു ഫാബ്രിക്കാണ്. നല്ല കോട്ടൺ ആണ്, ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഈ ഒരു കുർത്തയും പാൻറ്റും സോളിഡ് പാറ്റേണിൽ വരുന്നൊരു സെറ്റാണ്. പക്ഷേ യോക്കിൽ മിനിമലായിട്ടൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കഴുത്തിന് പുറകിലായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ, കൊച്ചയുടെ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുടിയൊക്കെ ഉയർത്തി കെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ കാണാൻ പറ്റും. പിന്നെ ചെറുതായിട്ടൊരു പ്ലീറ്റ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. വേറെ ഡിസൈനൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു സെറ്റാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ലാർജ് സൈസാണ്. എനിക്കിത് റെഗുലർ ഫിറ്റാണ്, ഓക്കെയാണ്, ടൈറ്റൊന്നുമല്ല, റെഗുലർ ഫിറ്റാണ്. അപ്പം നിങ്ങൾ സൈസ് ചാർട്ട് നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി നോക്കുകയാണെങ്കിൽ ഖാദി കോട്ടണില്ല, അപ്പം ചെറുതായിട്ട് നേരിയതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സീത്രൂ എന്നൊന്നും പറയാമല്ലോ, പക്ഷെ കുറച്ചൊരു നേരിയ ടൈപ്പാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലിപ്പ് ഇടാം. പിന്നെ അത്യാവശ്യം ലെങ്ത്തിൽ വരുന്ന കുർത്തിയാണ്, കാഫ് ലെങ്ത്തോളം ഉണ്ട്. പിന്നെ പാൻറ് നോക്കുകയാണെങ്കിൽ എഗെയിൻ ഇതും ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഇലാസ്റ്റിക്കും ഹാഫ് ഇതുപോലെ പ്ലെയിനാണ്. പക്ഷേ ഇതിൽ ഡ്രോ സ്ട്രിങ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ടായിട്ട് എനിക്ക് തോന്നി. ചിലതിൽ ഇങ്ങനെ ഡ്രോ സ്ട്രിങ് വരില്ല, അപ്പോൾ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഇതാണ് പാൻറ്, ലൂസ് ഫിറ്റിൽ വരുന്ന പാൻറ്റാണ്, ആങ്കിൾ ലെങ്ത്ത് വരെ വരുന്ന പാൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 999. അടുത്തതും നല്ല ഭംഗിയുള്ളൊരു കുർത്ത സെറ്റാണ്. സേജ് ഗ്രീനിൽ വരുന്നൊരു കുർത്ത സെറ്റാണ്. ഇതും ഇനാക്ഷൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കുർത്ത സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസ് ഒന്നും കണ്ടിട്ടില്ല. ഇത് ഫ്ലെയർഡ് ആയിട്ട് വരുന്നൊരു കുർത്തയും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഒരു പാൻറ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് ഇതൊരു സിൽക്ക് അല്ല, പക്ഷേ ഈ കൂടിയും കുറച്ചൊരു ബ്ലെൻഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഈ ഒരു കാലാവസ്ഥയ്ക്ക് എന്തായാലും പറ്റിയൊരു ഒക്കേഷണൽ വെയർ ആണിത്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സേജ് ഗ്രീനിൽ ആ സെയിം സേജ് ഗ്രീനിൽ തന്നെ എംബ്രോയിഡറി വർക്ക് ഉണ്ട്. നമുക്ക് അങ്ങനെ കാണില്ല, കണ്ടോ, വളരെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. സെയിം കളറിലുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് ഈ ഒരു കുർത്ത മൊത്തമായിട്ടുള്ളത്. പിന്നെ ഇത് വേസ്റ്റ് ലൈനിന് ശേഷം ഫ്ലെയർഡ് ആണ്.
ഇതിനും സൈഡ് പോക്കറ്റ്സ് അവൈലബിൾ ആണ്. ഞാൻ എടുത്തിരിക്കുന്നത് ലാർജ് സൈസാണ്, എനിക്കിത് നല്ല ലൂസാണ്. അപ്പോൾ ഒരു സൈസ് ചെറുതെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്ലീവ്സ് ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സ്ലീവ്സ് ഷോർട്ട് സ്ലീവ്സ് ആണ്, അപ്പം ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കുറച്ച് ഇത് ലൂസ് ഉണ്ട്, അത് ഓക്കെയാണ്. പക്ഷേ ബോഡി നല്ല ലൂസാണ്, ലൂസ് ഫിറ്റിൽ വരുന്നൊരു കുർത്ത സെറ്റാണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ ഒറിജിനൽ സൈസ് വാങ്ങിച്ചിട്ട് ഓർഡർ ചെയ്യേണ്ടി വരും. ഒരു സൈസ് ഡൗൺ എടുത്താൽ ചിലപ്പം സ്ലീവ്സ് ടൈറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് സീ ത്രൂ മെറ്റീരിയൽ അല്ല. പിന്നെ നല്ല നീളമുള്ള ഒരു കുർത്തയാണ്, കാഫ് ലെങ്ത്തോളം വരും. പാൻറ് നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് പാൻറ്റാണ് ഇതും. ഇത് ഫുൾ ഇലാസ്റ്റിക്കിൽ വരുന്ന ഡ്രോ സ്ട്രിങ്ങിൽ വരുന്ന ഒരു പാൻറ്റാണ്. സെയിം ഡിസൈനാണ് പാൻറ്റിലുള്ളത്. ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്, ലൂസ് ആണെന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ റേറ്റും 999 ആണ്. അപ്പോൾ ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കുർത്ത സെറ്റുകളാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ വരുന്നത്. ഇനിയുള്ള 2 ഷോർട്ട് കുർത്തികളാണ്, ഡെയിലി യൂസിന് പറ്റിയ ഷോർട്ട് കുർത്തികൾ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കുർത്തിയാണ്. ഇത് ഓജസ് വിറ്റ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കുർത്തിയാണ്. നല്ലൊരു കോളേജ് വെയർ, ഓഫീസ് വെയർ, നമുക്ക് കാഷ്വലായിട്ട് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കുർത്തിയാണിത്. അപ്പോൾ ഇത് ഡിസൈൻ നോക്കുവാണെങ്കിൽ ഫ്ലെയർ ഡിസൈനിൽ വരുന്നതാണ് ഈ ഒരു കുർത്തി. പിന്നെ ഇതിന് കളർ ചേഞ്ചസ് ഇല്ല, പക്ഷേ ഈ ഒരു ഡിസൈനിൽ വരുന്ന സെയിം ബ്രാൻഡിൻ്റെ കുർത്തികളുണ്ട്. അപ്പോൾ ഇതാണ്, ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. മോഡൽ ഇടുമ്പോഴേ ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഹിപ്പിൻ്റെ അത്രയേ ഉള്ളൂ, നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട്. എനിക്കിത് മുട്ടിന് കുറച്ച് മേലെ എത്തുന്നുണ്ട്, അപ്പോൾ എന്നേക്കാളും ഹൈറ്റ് ഉള്ളവർക്ക് ഇത് നല്ല ചെറുതായിരിക്കും. അപ്പോൾ ഇതാണ് കുർത്തി. സൈഡിൽ ഇങ്ങനെ കെട്ടാനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ നോക്കുകയാണെങ്കിൽ കോട്ടണിൽ വരുന്നതാണ്. സീ ത്രൂ അല്ല മെറ്റീരിയൽ, പക്ഷേ എങ്കിലും കുറച്ചൊരു തിന്നാണ്, അതുകൊണ്ട് സ്ലിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, നിർബന്ധമില്ല. ഇതാണ് കുർത്ത. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 599 ആണ്. ഞാൻ എടുത്ത സൈസ് ലാർജ് ആണ്, എനിക്ക് ഓക്കെയാണ്, കാരണം റെഗുലർ ഫിറ്റിൽ വരുന്നതാണ്. സൈസ് ചാർട്ട് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് എടുക്കാം. അടുത്തതും സെയിം ബ്രാൻഡിൻ്റെ തന്നെ സെയിം മോഡലിലുള്ളൊരു കുർത്തിയാണ്. ഇതിൽ പാറ്റേൺ മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ, അതുപോലെ തന്നെ കളറും വേറെയാണ്. പിങ്കിൽ ബ്ലോക്ക് പ്രിൻറ്റുകളാണ് വരുന്നത്. സെയിം മോഡൽ തന്നെ 599 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതും ലാർജ് തന്നെയാണ് എടുത്തത്, കാരണം റെഗുലർ ഫിറ്റിലാണ് വരുന്നത്. കണ്ടോ, ഇതിലും സൈഡിൽ കെട്ടാനൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, പ്രിൻറ്റുകളാണ് വ്യത്യാസം. ഡിസൈൻ ഒരുപോലെയുള്ള കുർത്തികൾ അവൈലബിൾ ആണ്. നമുക്ക് ഡെയിലി ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇത്. പിന്നെ ഞാനിത് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് സ്കിൻ ഫിറ്റ് പാൻറ്റുമായിട്ടാണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നുന്നത് സ്ട്രെയിറ്റ് ഫിറ്റ് പാൻറ്റ്, അതായത് സിഗരറ്റ് പാൻറ്റ്, കുറച്ച് വിടുത്തുള്ള സിഗരറ്റ് പാൻറ്റ്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഫിറ്റ് പെലാസോ ഒക്കെ കൂടെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗി ഉണ്ടാവും, നല്ല രീതിയിൽ ഇത് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ആയിട്ടായിരിക്കും ഇത് കൂടുതലും. ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയിലായിരിക്കും ഈ കോട്ടൺ കുർത്തിയല്ല, അപ്പം ഓക്സിഡൈസ്ഡ് ജ്വല്ലറി പെയർ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്തിട്ട് ഇതിനെ കുറച്ചുകൂടെ ഒന്ന് എലിവേറ്റ് ചെയ്യാം. ഇത് സിമ്പിൾ ആണെങ്കിൽ കൂടി കുറച്ചുകൂടെ എലിവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോളേജിലും ഓഫീസിലൊക്കെ പോകാൻ പറ്റും. അപ്പം നല്ലൊരു കുർത്തിയാണിത്. അപ്പം ഇന്ന് കാണിച്ച കുർത്ത സെറ്റുകളും കുർത്തിയൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ളതാണ്, അപ്പോൾ അതുകൊണ്ടാണ് അത്യാവശ്യം റേറ്റ് ഉള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം നല്ല വീഡിയോ ഇട്ട് തരും. ബൈ.